ഓഹ്! ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതല്ലേ? മോനെ അത്രയും ക്ഷീണാണെങ്കി വീട്ടി കിടന്നുറങ്ങിക്കോ. നാളെ മുതൽ ഇങ്ങോട്ട് വരണ്ടാ. അയ്യോ! മുതലാളി ആകെയുള്ള ഒരു തൊഴിലാണ്. ഇതും കൂടെ പോയാ ഞങ്ങളെ വീട് പട്ടിണിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുതലാളിയുടെ കാലിലേക്ക് വീണു. ആ, അത് കൊള്ളാലോ. ഈ ജോലി പോയാ നിന്റെ കുടുംബം പട്ടിണിയാകും, അല്ലേ? എടാ കൊച്ചിനെ, നിനക്കൊരു കാര്യം അറിയാമോ? നിന്റെ അമ്മയെ ഞാനൊന്ന് മോഹിച്ചത് സ്വന്താക്കാൻ എന്നാ നിന്റെ അച്ഛനോ എന്നിൽ നിന്നാള് തട്ടിയെടുത്ത് കൊണ്ടുപോയി. എന്നിട്ടെന്ത് സംഭവിച്ചു? കല്യാണം കഴിഞ്ഞു 3 മാസം കഴിയുന്നേരം അവൻ തട്ടിപ്പോയി. പിന്നൊരു കാര്യം പറയട്ടെ കുഞ്ഞേ, ഇപ്പോഴും നിന്റെ അമ്മയുടെ ഭംഗിക്ക് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. നീയൊന്ന് നിന്റെ അമ്മയെക്കൊണ്ട് സമ്മതിച്ചാൽ എനിക്കിപ്പോഴും അവളോട് താല്പര്യമാണ്. കാലിൽ വീണ് കിടന്ന കെവിൻ പെട്ടെന്ന് എണീച്ചു. അവന്റെ മുഖത്ത് അയാളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. കെവിൻ പറഞ്ഞു, ഞങ്ങൾ പട്ടിണിയാണെന്നുള്ള കാര്യം ശരിയാണ്. എന്നാ അഭിമാനം വിട്ടിട്ട് ആ പട്ടിണി മാറ്റേണ്ട അവസ്ഥ ഞങ്ങൾക്കില്ല.